മനുഷ്യൻ്റെ ആകാശത്ത് പറക്കാനുള്ള സ്വപ്നം വളരെ പുരാതനമാണ്. പക്ഷികളെ നോക്കി മനുഷ്യൻ എന്നും അത്ഭുതപ്പെട്ടു. പക്ഷികളെപ്പോലെ പറക്കാൻ ശ്രമിക്കാനാണ് ആദ്യകാലത്തേക്ക് പലരും ശ്രമം തുടങ്ങിയത്. വ്യോമയാനത്തിൻ്റെ ആദ്യ ആവർത്തനമായ ഒരാളാണ് അബ്ബാസ് ഇബ്നു ഫർനാസ്. 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ച ഇദ്ദേഹം പക്ഷികളുടെ ചിറകുകൾ നിരീക്ഷിച്ചാണ് ഒരു പറക്കാനുള്ള ഉപകരണം നിർമ്മിച്ചത്. ഒരു കുന്നിൻ മുകളിൽ നിന്നിറങ്ങി അദ്ദേഹം തൻ്റെ ചിറകുകൾ കൊണ്ട് പറക്കാൻ ശ്രമിച്ചു. കുറച്ചു ദൂരം വരെ അദ്ദേഹം സഫലമായെങ്കിലും ഭൂമിയിൽ വീഴുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റു. പക്ഷേ ഈ ശ്രമം വിമാനം എന്ന ആശയത്തിന് അടിത്തറ പാകിയതായി മാറി. പിന്നീട് ലിയോണാർഡോ ഡാവിഞ്ചി പോലുള്ള ശാസ്ത്രജ്ഞർ മനുഷ്യൻ പറക്കാനുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തു. പക്ഷികളുടെ ശരീരഘടനയും ചലനങ്ങളും പഠിച്ച് അദ്ദേഹം ഓർണിത്തോപ്റ്റർ എന്ന യന്ത്രത്തിന് രൂപകൽപ്പന നൽകി. ഇതൊരു സിദ്ധാന്തമായിരുന്നു, പക്ഷേ അത് കാലത്തെ വളരെ മുന്നോടിയായ ആശയമായിരുന്നു. 1783-ൽ മോൺഗോൾഫിയർ സഹോദരങ്ങൾ ആദ്യമായി ബലൂൺ ഉപയോഗിച്ച് ആകാശത്തുയർന്നപ്പോൾ മനുഷ്യൻ്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് മാറി. ഇതൊരു പുതിയ വഴി തുറന്നു. പക്ഷേ യന്ത്രശക്തിയിലുള്ള പറക്കലിൻ്റെ തുടക്കത്തിന് കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടി വന്നു. റൈറ്റ് സഹോദരങ്ങൾ വിൽബർ റൈറ്റ്ക്കും ഓർവിൽ റൈറ്റ്ക്കും വഴിമറക്കാത്ത നേട്ടം കൈവരിച്ചത് 1903-ലാണ്. ഫ്ലെയർ 1 എന്ന പേരിലുള്ള ആദ്യ മോട്ടോർ വിമാനം അവർ നിർമ്മിച്ച് പറത്തിയപ്പോൾ അത് ലോകത്തിൻ്റെ ചരിത്രത്തിലെ വലിയ മൈൽക്കല്ലായി. 12 സെക്കൻഡുകൾ മാത്രം നീണ്ട ഈ ആദ്യ പറക്കൽ പിന്നീടുള്ള സാങ്കേതിക വിപ്ലവങ്ങൾക്ക് തുടക്കമായിരുന്നു. ആദ്യത്തെ എളുപ്പ വിമാനങ്ങളിൽ നിന്ന് വലിയ യാത്രാ വിമാനങ്ങളിലേക്ക് വ്യോമയാനത്തിൽ കുതിപ്പുകൾ നടന്നു. ബോയിങ് 747, എയർബസ് A380 എന്നിവ വ്യോമയാനത്തിൻ്റെ ശക്തി, വേഗത, അതിൻ്റെ പ്രാധാന്യം എന്നിവയുടെ തെളിവുകളായി മാറി. ഇന്നത്തെ ലോകത്ത് വിമാനം മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. ടൂറിസം, വാണിജ്യം, സൈനിക മേഖലകൾ, ബഹിരാകാശ ഗവേഷണം എല്ലാം വ്യോമയാനത്തിൻ്റെ ഫലങ്ങളാണ്. അബ്ബാസ് ഇബ്നു ഫർനാസ് പോലുള്ള വ്യക്തികളുടെ സ്വപ്നങ്ങളും റൈറ്റ് സഹോദരങ്ങൾ പോലുള്ള പരിവർത്തകരുടെ പരിശ്രമവും തമ്മിൽ ചേർന്നതിലൂടെ മനുഷ്യൻ ആകാശത്തെ കീഴടക്കാൻ കഴിഞ്ഞു. വിമാനത്തിൻ്റെ കഥ മനുഷ്യൻ്റെ ആശയങ്ങളും പരിശ്രമങ്ങളും വിജയങ്ങളായി മാറിയ ഏറ്റവും വലിയ ഉദാഹരണമാണ്.